പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വിദ്യാർത്ഥികൾ കാത്തിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഇതിനിടക്കുള്ള മറ്റു സംശയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാനപ്പെട്ട സംശയം സ്പോട്ട് അഡ്മിഷൻ എന്ന് 2 ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പല വിദ്യാർത്ഥികളും 3rd അലോട്ട്മെന്റ് പ്രകാരം ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയം, എനിക്ക് ആ കോളേജിൽ നിന്ന് ആ കോളേജിലെ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തൂടെ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരോട് വളരെ കൃത്യമായിട്ട് പറയട്ടെ, ആ കോളേജിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക്, ഇപ്പം ഉദാഹരണത്തിന് ആ കോളേജിലെ BSc ബോട്ടണിക്കാണ് അഡ്മിഷൻ കിട്ടിയത്, അതിൽ നിന്ന് എനിക്ക് ഫിസിക്സിലേക്ക് മാറണം, അപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ കൊടുത്തൂടെ, അങ്ങനെയുള്ള സംശയങ്ങൾ. അല്ലെങ്കിൽ BA എക്കണോമിക്സിനാണ് കിട്ടിയത്, അവിടുത്തെ BCOമിലേക്ക് ചേരണം, അല്ലെങ്കിൽ ഹിസ്റ്ററിയിലാണ് കിട്ടിയത്, അതിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ചേരണം, ഈ രീതിയിൽ എനിക്ക് ട്രാൻസ്ഫറിന് കൊടുത്തൂടെ. അതിനാദ്യം തന്നെ പറയാം, അതിനാണ് നമ്മൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയാം. സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെ മാത്രമേ ഈ മാറ്റങ്ങൾ കഴിയുള്ളൂ. സപ്ലിമെന്ററി അലോട്ട്മെന്റ് എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളിലേക്ക് 2 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റും, സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടും എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ പറഞ്ഞാൽ നമ്മൾക്ക് കോളേജിലെ ഓഫീസിൽ അപേക്ഷ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എനിക്ക് ഈ കോഴ്സിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക്, ആ രീതി ഇവിടെ പോസിബിൾ അല്ല. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു കോളേജിൽ ഒരു കോഴ്സിന് കിട്ടി, എനിക്ക് ആ കോളേജിലെ മറ്റൊരു കോഴ്സിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ആ കോളേജിലെ ഓഫീസിൽ അപേക്ഷ കൊടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെ ഒരു പോസിബിൾ ഇല്ല. ഇതൊക്കെ അലോട്ട്മെന്റ് മുഖേന മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. എന്തുകൊണ്ടാണ് അലോട്ട്മെന്റ് മുഖേന എന്ന് പറയുന്നത്? ഞാൻ BA എക്കണോമിക്സിനാണ് ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തത്, അവിടുത്തെ BCOമിലേക്ക് എനിക്ക് മാറണം. ഓക്കെ, അപ്പോൾ എന്നെക്കാട്ടി മുകളിൽ മാർക്കുള്ള കുട്ടികൾ പുറത്ത് മറ്റു പല കോളേജിലും ഇതേ BCOം കാത്തിരിക്കുന്നവരുണ്ടാവും. അവരുടെ ചാൻസ് കഴിഞ്ഞിട്ട് നമുക്ക് തരാൻ പറ്റുള്ളൂ. അതിനാ പറഞ്ഞ് അലോട്ട്മെന്റിലൂടെ മാത്രമേ ഈ മാറ്റങ്ങൾ സാധ്യമാവുകയുള്ളൂ. അടുത്ത വിദ്യാർത്ഥികളുടെ സംശയമാണ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവുക എന്നുള്ളത്. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം സ്പോട്ട് അഡ്മിഷന് സമയം കൊടുക്കുക, ആ സമയത്ത് കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ വരുന്നു, അതിൽ നിന്ന് ഏറ്റവും ഇൻഡെക്സ് മാർക്കുള്ളവർക്ക് അഡ്മിഷൻ കൊടുക്കുന്ന രീതി, അത് കുറച്ച് കാലങ്ങളായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരമാണ് ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ. ഇനി അറ്റ് ലാസ്റ്റ് സമയത്ത് ഏതെങ്കിലും കോളേജിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ പത്രത്തിൽ നോട്ടിഫൈ ചെയ്തുകൊണ്ട് അഡ്മിഷൻ നടത്താനുള്ള അവസരം ചിലപ്പോൾ യൂണിവേഴ്സിറ്റി കൊടുക്കാറുണ്ട്, ചിലപ്പോൾ കൊടുക്കാതിരിക്കാം. അതിന് മുമ്പ് തന്നെ സീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ അതിന് മാത്രം കുട്ടികളുണ്ടാവും, ഇവരൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് സ്പോട്ടിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് അവർക്ക് ചാൻസുള്ള കുട്ടികൾ അപേക്ഷിച്ചിട്ടുണ്ടാവും. അതിന്റെ റാങ്ക് ലിസ്റ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, എയ്ഡഡ് ഗവൺമെന്റ് കോളേജിലേക്ക് 2nd സപ്ലിമെന്ററിക്ക് ശേഷം ഓഗസ്റ്റ് 1-നോ 2-നൊക്കെയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്മിഷൻ വിളിച്ചു തുടങ്ങും. പിന്നെ സ്പോട്ട് അഡ്മിഷന്റെ ആവശ്യം അവിടെ ഉദിക്കുന്നില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് സമയത്തേക്ക് ഓഗസ്റ്റിലെ 24-നാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് ചിലപ്പോൾ കൊടുത്തെങ്കിൽ ഉണ്ടാവും. അല്ലാതെ മറ്റൊരു സ്പോട്ട് അഡ്മിഷൻ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കരുത് എന്നും കൂടി അറിയിക്കുകയാണ്. നമ്മളെ എഡിറ്റിംഗ് ഈ വരുന്ന 15, 16, 17, 18 തീയതികളിൽ നടക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.